കേരള PSCയുടെ ഏറ്റവും പുതിയ എല്ലാ അപ്ഡേറ്റ്സും കൂടി ചേർത്തുകൊണ്ടുള്ള ഒറ്റ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരുന്നതെന്നും അതുപോലെ നമ്മുടെ LDC കന്നഡ മലയാളം പരീക്ഷയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഉത്തരക്കടലാസിൻ്റെ തിരുത്തലിനുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ തൊഴിൽ വേദിക്കകത്ത് വന്നിട്ടുള്ള വാർത്തകളെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒറ്റ വീഡിയോ ആണ്. തീർച്ചയായിട്ടും വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 140 തസ്തികകളിലേക്ക് PSCയുടെ വിജ്ഞാപനം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് 140 തസ്തിക നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നേരിട്ടുള്ള നിയമനങ്ങളെന്ന് പറയുന്നത് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻറ്റ്, ജയിൽ വകുപ്പിലെ വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതേപോലെ ഫോറൻസിക് മെഡിസിനിലും വകുപ്പുകളിലും ഒരുപാട് ഒഴിവുകളുണ്ട്. ഫിസിയോളജി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ 34 തയ്യൽ ടീച്ചറിൻ്റേത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അതേപോലെ സംസ്കൃതം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 49 ട്രേഡ്മാൻ വിവിധ വിഷയങ്ങൾക്കായിട്ട്, അതേപോലെ ജലസേചന പൊതുമരാമത്ത് വകുപ്പിലെ ഓവർസിയർ ഗ്രേഡ് 1, അതേപോലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സിവിൽ, ഫിഷറീസ് വകുപ്പിൽ 28 ഫിഷറീസ് ഓഫീസർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതേപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ആരോഗ്യ വകുപ്പിലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ സെക്യൂരിറ്റി ഗാർഡ് പമ്പ് ഓപ്പറേറ്റർ, വനം വകുപ്പിലെ ബോട്ട് ഡ്രൈവർ തുടങ്ങിയ ഒരുപാട് തസ്തികകൾ നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. തസ്തിക മാറ്റം വഴി ലഭിച്ചിട്ടുള്ള തസ്തികകളെന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയിലെ LD ക്ലർക്ക്, അതേപോലെ മലയാളം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അറബിക് ടീച്ചർ, പിന്നെ പട്ടികജാതി പട്ടികവർഗക്കായിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, ഹിന്ദി എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, അതേപോലെ NCCയുടെ സൈനിക ക്ഷേമ വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, പിന്നെ സംവരണ സമുദായക്കാർക്കായിട്ടുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റേതും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റേതും, അതേപോലെ ഫാർമസിസ്റ്റ് തുടങ്ങിയ തസ്തികകളിൽ പ്രത്യേക നിയമമായിട്ടുള്ള നമ്മുടെ ആദിവാസി വകുപ്പിലേക്കുള്ള ഫോറസ്റ്റ് വാച്ച തസ്തികകളിലേക്കുള്ള പ്രത്യേക നിയമനവും, അർഹത നിർണയ പരീക്ഷാ വിജ്ഞാപനങ്ങൾക്കായിട്ടുള്ള വിവിധ സർക്കാർ വകുപ്പുകളും പ്രൈവറ്റ് കോളേജുകൾ, സർവകലാശാല, എയ്ഡഡ് സ്കൂളുകൾ തുടങ്ങിയ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കായിട്ടുള്ള അറ്റൻഡർമാർക്കായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള അർഹതാ നിർണയ പരീക്ഷാ വിജ്ഞാപനവും നിലവിൽ ഇപ്പോൾ കേരള PSC വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ലിസ്റ്റുകളിനകത്ത് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുന്ന ലിസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈൽ വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവസരങ്ങൾ നഷ്ടമാക്കരുത്. പിന്നെ ഇതിനകത്തുള്ള രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഉത്തരസൂചികൾ ചോദ്യചിഹ്നമാകുന്നു എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ PSCയുടെ ഉത്തരസൂചികൾ അവർ 2 ദിവസം കഴിയുമ്പോൾ അവർ ഇറക്കുന്നു. അതിന് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ തിരുത്തി ഇറക്കുന്നു. അങ്ങനെ എന്താ പറയുക, ഉത്തരസൂചികൾ ഒരു ക്ലിയറായിട്ട് ഇറക്കാത്തത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. PSCയുടെ ഉത്തരസൂചികളിൽ തെറ്റുവരികയും തിരുത്തിയിറക്കുകയും ചെയ്യുന്നത് ആവർത്തിക്കുന്നു. അന്തിമ ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കുന്നതിൽ PSCയുടെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ജാഗ്രത പ്രതീക്ഷിക്കുന്നുണ്ട്. സാങ്കേതിക പിഴവാണെന്ന് വിശദീകരിച്ച് പ്രസിദ്ധീകരിച്ച ഉത്തരസൂചികൾ പിൻവലിച്ച് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകരുതെന്നാണ് വിദ്യാർത്ഥികളുടെ പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ഡിസംബർ 2 അന്തിമ ഉത്തരസൂചികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം പിൻവലിച്ച് തിരുത്തി പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. നവംബർ 13 നടത്തിയ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഉത്തരസൂചികയും അതേപോലെ LDCയുടെ മെയിൻ കന്നഡ മീഡിയം, നമ്മുടെ മലയാളം കന്നഡ മീഡിയം ഉത്തരസൂചികയുമാണ് 2 തവണ പ്രസിദ്ധീകരിച്ചത്. 10 ചോദ്യങ്ങളുടെ ക്രമം തെറ്റിയാണ് ഡിഗ്രി ലെവൽ സൂചിക പിൻവലിക്കാൻ കാരണമായത്. അതേപോലെ LDC കന്നഡയിൽ A കോഡ് ഒഴികെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം മാറിപ്പോയ LDC മെയിൻസിൻ്റെ ഉത്തരം തിരുത്തി അന്തിമ ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചതാണെങ്കിലും തെറ്റുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഉത്തരസൂചികൾ പബ്ലിഷ് ചെയ്യുന്നതിലുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഇറങ്ങുന്ന ഉത്തരസൂചികളൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാര്യം ഒരു മാർക്ക് വേരിയസ് ആകുമ്പോൾ ഇത് മാറുമ്പം തന്നെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഒരുപാട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മാനസിക ആഘാതങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പരാതി എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി LGS വിജ്ഞാപനം ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ തസ്തികകളിൽ 2021 വിജ്ഞാപനമില്ല. പ്രായപരിധി അവസാനിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണിതെങ്കിലും 2021 അവസാന വിജ്ഞാപനങ്ങളിലും ഈ തസ്തിക ഉൾപ്പെടുത്തിയിട്ടില്ല. യോഗ്യതാ കാര്യത്തിൽ സർക്കാർ വ്യക്തത നൽകാത്തതാണ് വിജ്ഞാപനം വൈകാൻ കാരണമെന്നാണ് സർക്കാരിൻ്റെയും PSCയുടെയൊക്കെ നിലവിലത്തെ
ആരോപണം എന്ന് പറയുന്നത്. നിസ്സാര കാര്യമായി ആണെങ്കിൽ പോലും തന്നെ സർക്കാരിൽ നിന്നും കടുത്ത അലംഭാവമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. താൽക്കാലിക ജീവനക്കാരാണ് സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. വിജ്ഞാപനം നീളുന്നത് അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി LGSൻ്റെ വിജ്ഞാപനം ഇതുവരെ വന്നിട്ടില്ല. ഇനി എപ്പോഴാണ് വരാൻ പോകുന്നതെന്നും നമുക്കറിയാനുള്ള ഒരു നിവൃത്തിയില്ല. എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അടുത്ത മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് LDC കന്നഡ മലയാളം ലിസ്റ്റ് പരാതിയുമായി കൂടുതൽ പേരെന്നുള്ളതാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് LDC കന്നഡ മലയാളം ലിസ്റ്റ് നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ തസ്തികകളിലേക്കുള്ള അപ്പോയിൻമെൻറ്റും അതേപോലെ ഒഴിവുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ഇഷ്യൂസ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെന്താണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. കന്നഡയും മലയാളവും അറിയാവുന്നവർക്കായിട്ട് പ്രസിദ്ധീകരിച്ച LD ക്ലാർക്ക് സാധ്യതാ ലിസ്റ്റിനെതിരെ കൂടുതൽ പേർ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ലിസ്റ്റിൽ ആളെ കുറച്ചതിനോടൊപ്പം ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പി നിഷേധിച്ചതും പരാതി ഉയരാനുള്ള കാര്യമായിട്ടുണ്ട്. 907 പേര് പരീക്ഷ എഴുതിയെങ്കിലും 98 പേരെ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായിട്ട് അറിവുള്ളൂ. 38 ഒഴിവ് മാത്രമാണ് PSC റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്നാൽ കാലാവധിക്കുള്ളിൽ 200-ലേറെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തെ കാലാവധി ലഭിക്കേണ്ട ലിസ്റ്റിന് 1 വർഷം പോലും കാലാവധി ഉണ്ടാകാൻ സാധ്യതയില്ല. തമിഴ് മലയാളം LDC ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സംവരണ സമുദായങ്ങൾക്കായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കന്നഡ മലയാളം ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇല്ല എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. കാര്യം ഒരു വിഭാഗക്കാർക്ക് മാത്രം സപ്ലിമെൻ്ററി ലിസ്റ്റ് കൊടുക്കുക, ഒരാൾക്ക് കൊടുക്കാതിരിക്കുക, അതൊന്നും ഒരു നല്ലൊരു നടപടിയല്ല യഥാർത്ഥത്തിൽ. തമിഴ് മലയാളം LDCക്കാർക്ക് പരീക്ഷ എഴുതിയവർക്ക് ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പി ലഭിക്കാനും അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കന്നഡ മലയാളം പരീക്ഷ എഴുതിയവർക്ക് ഇത് നിഷേധിക്കപ്പെട്ടു. ഉത്തരക്കടലാസ് പുനഃപരിശോധിക്കാൻ മാത്രമേ അവർക്ക് അനുവാദം നൽകിയിട്ടുള്ളൂ. ഭാഷാ ന്യൂനപക്ഷ വിഭാഗക്കാർക്കായിട്ടുള്ള 2 തരം സമീപനങ്ങൾക്കെതിരെ PSC സെക്രട്ടറി അതേപോലെ ചെയർമാൻ തുടങ്ങിയവർക്ക് ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അപ്പോൾ ഇതൊരു നല്ല നടപടിയല്ല. കാര്യം ഒരു നിയമം അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അത് വരേണ്ടത്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ LDC മലയാളം ലിസ്റ്റിൽ പരാതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം, അതേപോലെ യൂണിവേഴ്സിറ്റി LGSൻ്റെ വിജ്ഞാപനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ഇഷ്യൂ, പിന്നെ 140 PSC തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം. ഇത് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. കാര്യം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു വാർത്ത നിങ്ങളൊന്ന് പൗസ് ചെയ്ത ശേഷം ആ നിയമനങ്ങളെയൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അവസരങ്ങൾ നമുക്ക് ഒരിക്കലൊക്കെ ലഭിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളതൊന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഉത്തരചിഹ്ന നമ്മുടെ ആൻസർ കീയുടെ കുറച്ച് ഇഷ്യൂസിൻ്റെ കാര്യങ്ങളായിട്ടാണ്. എന്തായാലും ഇത്രയും ഇഷ്യൂസ് ഒന്നും ഇനി ഉണ്ടാവാതെ PSC ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും വരുന്ന പരീക്ഷകൾക്കെല്ലാം വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. സിവിൽ പോലീസ് ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഇനിയും തുടർന്നും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും വാർത്തകൾക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.